ഡോക്ടർ വന്ദന ദാസ് ദാരുണമായി കൊല്ലപ്പെട്ടതിന്റെ ഓർമ്മകൾ വിട്ടുമാറും മുൻപാണ് മറ്റൊരു ഡോക്ടർ കൂടി നമ്മുടെ നാട്ടിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ വിപിനിന് വെട്ടേറ്റത് അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരിച്ച 9 വയസ്സുകാരി അനയ്യയുടെ പിതാവിൽ നിന്നാണ്. എന്റെ മകളെ കൊന്നവനല്ലേ എന്ന് ആക്രോശിച്ചായിരുന്നു ഡോക്ടറെ ആക്രമിച്ചത്. കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന ഡോക്ടർ വിപിന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. നിയമവും സംരക്ഷണ വാഗ്ദാനവും ഒക്കെ നിൽക്കുമ്പോഴും ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടതിൽ മിന്നൽ പണിമുടക്കുമായി ഡോക്ടർമാർ പ്രതിഷേധത്തിലാണ്. മകൾ മരിച്ചത് ആശുപത്രിയുടെ വീഴ്ചയാണെന്ന ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നു. എൻകൗണ്ടർ ഇന്ന് ഈ വിഷയത്തിലാണ്. പ്രേക്ഷകർക്ക് സ്വാഗതം. KGMOയുടെ പ്രതിനിധി ഡോക്ടർ TN സുരേഷ്, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ SS ലാൽ, ഡോക്ടർ വന്ദനയുടെ പിതാവ് ശ്രീ KG മോഹൻദാസ് എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത്. ഡോക്ടർ TN സുരേഷ്, KGMOയെ ശക്തമായ പ്രതിഷേധവുമായി ഇപ്പോൾ സമരരംഗത്താണ്. ഡോക്ടർ വിപിൻ ആക്രമിക്കപ്പെട്ടതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ ഈ കുടുംബം, അതായത് ഈ മരിച്ച അനയ്യയുടെ കുടുംബം പറയുന്നത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എന്നാണ്. കാരണം കുഞ്ഞിന് തീരെ വയ്യാതെ വരുന്നപ്പോൾ പോലും വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല എന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. പക്ഷെ ഇവിടെ അത് നടന്ന് ഏതാണ്ട് 1.5 മാസം കഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ എന്നത് കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ ഒരു വലിയ കൺസേൺ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തൊരു നിയമനിർമ്മാണമൊക്കെ നടന്നതും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങളും ഒക്കെ നടന്നത്. അതിനുശേഷം ഉണ്ടായിരിക്കുന്നതാണ് ഈ പുതിയ സംഭവം. ഇതിനെ എങ്ങനെയാണ് ഡോക്ടർ TN സുരേഷ് താങ്കൾ കാണുന്നത്? ഒപ്പം തന്നെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണത്തെയും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, വെളിച്ചത്തിൽ താങ്കൾ എങ്ങനെ കാണും? കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാനം കണ്ട അതിദാരുണമായിട്ടുള്ള ഒരു കൊലപാതകം, അതിനെ തുടർന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആശുപത്രി സംരക്ഷണ നിയമം സർക്കാർ കൊണ്ടുവരുന്നത് കണ്ടു. പക്ഷേ ഇന്നും ആ സിറ്റുവേഷന് യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല എന്നതാണ് അതിദാരുണമായിട്ടുള്ള, അതിഭീകരമായിട്ടുള്ള ഈ സംഭവം തെളിയിക്കുന്നത്. എത്രത്തോളം അരക്ഷിതാവസ്ഥയിലാണ് ഇന്ന് ആരോഗ്യ വകുപ്പിലെ ഓരോ ജീവനക്കാരനും ജോലി ചെയ്യുന്നത് എന്ന് ഇന്നത്തെ ഈ സംഭവം നമുക്ക് കാണിച്ചു തരികയാണ്. ഈ അക്രമത്തിൽ പരിക്കേറ്റ ഡോക്ടറെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സന്ദർശിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ നിൽക്കുന്നത്. താമരശ്ശേരി ആശുപത്രിയിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഈ അക്രമി വന്ന ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിക്കുകയും അദ്ദേഹം ഇന്ന് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തോ ഭാഗ്യമെന്ന് പറയാം, ആ വെട്ടിൻ്റെ സ്ഥാനം ഒരല്പം തെറ്റിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പശ്ചാത്തലത്തിലാകുമായിരുന്നു ഈ വിഷയം സംസാരിക്കുക. 2 വർഷങ്ങൾക്ക് മുമ്പ് വന്ദനാദാസിൻ്റെ സംഭവമുണ്ടായ സമയത്ത് സർക്കാർ ഡോക്ടർമാർക്കും സംഘടനയ്ക്കും പൊതുസമൂഹത്തിനും തന്നെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഉറപ്പായിരുന്നു സുരക്ഷിതമായിട്ടുള്ള ആരോഗ്യ സംവിധാനം. ജീവഭയമില്ലാതെ ഓരോ ആരോഗ്യ പ്രവർത്തകനും ജോലി ചെയ്യുവാനുള്ളൊരു സാഹചര്യം ഉറപ്പുവരുത്തും എന്നുള്ളതായിരുന്നു സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആശുപത്രി സംരക്ഷണ നിയമത്തോടൊപ്പം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രിയിലെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്, അന്ന് ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു, ആശുപത്രിയിലെ സുരക്ഷിത ഉറപ്പുവരുത്തുന്നതിന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് സമാനമായി സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാ മേജർ ആശുപത്രികളിലും സജ്ജമാക്കും എന്നുള്ളതായിരുന്നു ഒന്ന്. 2, എല്ലാ ആശുപത്രികളിലും പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കും എന്നുള്ളതാണ്. ഈ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ആ പോലീസ് ഔട്ട് പോസ്റ്റുകൾ പോലീസ് സ്റ്റേഷനുകളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനും ആശുപത്രിയിലെ സെക്യൂരിറ്റി സംവിധാനം ബീഫപ്പ് ചെയ്യുന്നതിനും വേണ്ടി 224 പോലീസുകാരുടെ അധിക തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അന്ന് നമ്മുടെ കേരള പൊതുസമൂഹത്തിന് മുമ്പാകെ അന്ന് പറഞ്ഞത് നാം ഓരോരുത്തരും ഈ സമയം ഓർക്കുകയാണ്. ഇതോടൊപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യ വകുപ്പിലെ പൊതുജനാരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രശ്നബാധിതമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അത്യാഹിത വിഭാഗങ്ങളാണ്. അത്യാഹിത വിഭാഗങ്ങളിൽ എമർജൻസി കേസുകൾ വരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഒട്ടും ഗുരുതരമല്ലാത്ത പേഷ്യൻസും കൂടെ അത്യാഹിത വിഭാഗങ്ങളിൽ എത്താറുണ്ടെന്നുള്ളത് നമുക്കറിയാം.
അപ്പം ഇവിടെ വരുന്ന പേഷ്യൻസ് അവരെല്ലാവരും, അവരെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണ്. അവർ വരുന്ന സമയത്ത് ഇതിൽ ഗുരുതരമായിട്ടുള്ള അസുഖം ബാധിച്ചവരാര് അതല്ലാത്തവരാര് എന്ന് വേർതിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രയാഡ് സംവിധാനം ഈ സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ എല്ലാ കാഷ്വാലിറ്റികളിലും ട്രയാഡ് സംവിധാനം ഏർപ്പെടുത്തും എന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇന്ന് നടപ്പിലായിട്ടില്ല. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഓരോ കാഷ്വാലിറ്റിയിലെ ഓരോ ഷിഫ്റ്റിലും ഏറ്റവും ചുരുങ്ങിയത് 2 ഡോക്ടർമാരുടെ സേവനമെങ്കിലും ഉറപ്പുവരുത്തും. കാരണം അവിടെ വരുന്നത് ഇത്തരത്തിലുള്ള എമർജൻസി കേസുകൾ, അതോടൊപ്പം പോലീസ് കൊണ്ടുവരുന്ന മെഡിക്കൽ ലീഗൽ കേസുകൾ, ഡ്രങ്കഡ്നെസ് കേസുകൾ, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കേസുകൾ വരുന്ന സമയത്ത് അവിടെ അറ്റൻഡ് ചെയ്യുന്നതിനും അവിടെ വരുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് പ്രത്യേക അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അവർക്ക് സമയത്തിന് ചികിത്സ കിട്ടുന്നു അല്ലെങ്കിൽ അവർ കാറ്റർ ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഏറ്റവും ചുരുങ്ങിയത് 2 മെഡിക്കൽ ഓഫീസർമാരുടെ സേവനമെങ്കിലും കാഷ്വാലിറ്റിയിൽ ഓരോ ഷിഫ്റ്റിലും ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരൊറ്റ ഡോക്ടറുടെ തസ്തിക പോലും ഇതിനു വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം ബീഫപ്പ് ചെയ്യുന്നതിനും ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, കോഡിയലായിട്ടുള്ള ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിനും സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു സാഹചര്യം ഒരുക്കുന്നതിനും യാതൊരു നടപടിയും ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്നും നടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്രത്തോളം ഭീതിതമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ ഡോക്ടർ ടി എൻ സുരേഷ്, താങ്കൾ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പൊതുജനാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം പൊതുസമൂഹത്തിനില്ല. കാരണം നമുക്കറിയാം, ഇത് പല നിലയ്ക്കും അതൊരു സേവന പ്രവർത്തനം കൂടിയാണ്. ഇപ്പോൾ ഡോക്ടർ എസ് സന്തോഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ, ഇപ്പോൾ അദ്ദേഹം ഗസയിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, മാസങ്ങൾ. അവിടെ ആ യുദ്ധമുഖത്ത് നിന്നുകൊണ്ട് ഈ ആതുര മേഖലയിൽ നടത്തുന്ന സേവനങ്ങളൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. പക്ഷേ ഇവിടെ ഡോക്ടർ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. കാരണം ഇതിൽ എപ്പോഴും, ഇപ്പോൾ താങ്കൾ പറഞ്ഞു, അത്യാഹിത വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് പ്രത്യേകമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കണം. ശരിയാണ്. കാരണം അവിടെ എത്തുന്ന രോഗികളെ സംബന്ധിച്ചാണെങ്കിലും രോഗികളുടെ കൂട്ടിരിപ്പുകാരാണെങ്കിലും അവർക്കൊപ്പം എത്തുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആണെങ്കിലും ഒക്കെ അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അതിവൈകാരികമായ അല്ലെങ്കിൽ പ്രക്ഷുബ്ധമായ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവരവിടെ എത്തുന്നുണ്ടാവുക. ഇതിപ്പോൾ ഒരു പിതാവ് ചെയ്ത കാര്യമാണ്. ഏത് സാഹചര്യത്തിലുള്ള 9 വയസ്സുള്ള ഒരു മകൾ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപെട്ട് മരണമടഞ്ഞ അതിൻ്റെ മരണ സർട്ടിഫിക്കറ്റോ ഡെത്ത് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഈ മറ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഒന്നും തനിക്ക് കിട്ടിയിട്ടില്ല. ഈ മെഡിക്കൽ കോളേജിലെ തന്നെ ഫോറൻസിക് വിഭാഗം പനി മൂലം മരിച്ചു എന്ന് പറയുമ്പോൾ, നേരത്തെ കടുത്ത പനിയുമായി എത്തിയപ്പോൾ മതിയായ ചികിത്സ നൽകുകയും അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ സാധ്യതകളുണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ 9 വയസ്സുള്ള എൻ്റെ മകൾ ഇന്ന് എന്നോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന് കരുതി പോകുന്ന ഒരു സാധാരണ അച്ഛൻ്റെ വികാരം അയാൾക്കുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പിതാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ, ഈ കുഞ്ഞിൻ്റെ അമ്മ ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വൈകാരികതയിൽ നിൽക്കുന്ന, ഇങ്ങനെ മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ, സ്വാഭാവികമായും അയാൾ കടന്നു പോകുന്ന മാനസിക അവസ്ഥകളൊക്കെ നമുക്കറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ സാധാരണയായി അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അധികാരികൾക്ക് നേരെ, അധികൃതർക്ക് നേരെ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു മനോവികാരം ഉണ്ടാകും എന്ന് നമുക്കറിയാം. അങ്ങനെ ആ സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ ഇത്തരം സംഭവങ്ങളെ എങ്ങനെ കാണണമായിരുന്നു എന്നാണ് ഡോക്ടർ ടി എൻ സുരേഷ് താങ്കൾ പറയുക. ശരിയാണ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർമാരുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അത് ഉറപ്പാക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മദ്യപിച്ചെത്തുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ കൊടും കുറ്റവാളികൾ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്ന സമയത്തൊക്കെ ഉണ്ടാകേണ്ടത് ശരി തന്നെയാണ്. പക്ഷേ അതിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നോ ഡോക്ടർ ഇത്? താങ്കൾ എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ സംഭവത്തെ കാണുന്നത്? താങ്കൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള എൻ്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയില്ല. ഞാൻ അവരുടെ ഭാര്യ പറഞ്ഞ കാര്യം പറഞ്ഞതാണ്. ദയവേത് ഇത്തരത്തിൽ ഉള്ള അക്രമങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെ തന്നെ താറുമാറാക്കുന്ന രീതിയിൽ. താങ്കൾ തെറ്റിദ്ധാരണയിൽ പറയാണ്. ഞാൻ ഒരിക്കലും ഡോക്ടറെ എന്നല്ല ഒരാളെയും ഏതെങ്കിലും തരത്തിലൊരു ആക്രമിക്കുകയോ അതിക്രമങ്ങൾ നടത്തുകയോ ചെയ്യുന്നതിനെ ന്യായീകരിക്കുകയല്ല. ഞാൻ പറഞ്ഞത്
ഈ ഇത്തരം കാര്യങ്ങളിൽ രോഗികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സമയങ്ങളിൽ അവരുടെ മാനസിക അവസ്ഥ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ എന്നല്ല, അല്ല ആക്രമണത്തെ ന്യായീകരിക്കുകയല്ല, ഞാൻ ചോദിക്കുകയാണ് ഡോക്ടറോട് താങ്കളുടെ അഭിപ്രായം. നിശ്ച നിശ്ച നി- നിശ്ചയമായിട്ടും ഏതൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിലും ഏതൊരു ആരോഗ്യ പ്രവർത്തകനാണെന്നുണ്ടെങ്കിലും തൻ്റെ മുന്നിൽ വരുന്ന ഏതൊരു രോഗിയും അവർ ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഏതൊരു രോഗിയെയും ഏതൊരു ട്രീറ്റ്മെൻറ്റിനും ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകൻ ഇറങ്ങിത്തിരിക്കുന്നത്. ഈ വിഷയത്തിലും അതുപോലെ തന്നെയാണ്. ആ കുഞ്ഞ് വന്നു, ആ കുഞ്ഞിന് തലേ ദിവസം ഞാൻ മനസ്സിലാക്കിയിടത്തോളം തലേ ദിവസം വൈകുന്നേരം ആയപ്പോൾ പനി ആരംഭിച്ച ഒരു കുഞ്ഞിനെ പിറ്റേ ദിവസം രാവിലെ 10-10:30 മണിയോട് കൂടിയിട്ട് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻസും ട്രീറ്റ്മെൻറ്റും സ്റ്റാർട്ട് ചെയ്യുന്നു. ആ കുട്ടിയുടെ കണ്ടീഷൻ ഡിറ്റീറിയേറ്റ് ചെയ്യുന്ന സമയത്ത് താമസം വിന ആ കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. നിർഭാഗ്യവശാൽ ആ കുഞ്ഞ് മരണപ്പെടുന്നു. ഇതാണ് ആ സാഹചര്യം. ഇവിടെ ഏത് രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ലാബ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിശ്ചയമായിട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഇത്തരത്തിൽ ഒരു ചികിത്സാ പിഴവ് എന്ന് പറയുമ്പോൾ ആ ചികിത്സാ പിഴവ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുവാനും ഉള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു സംവിധാനമുള്ള നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള രീതിയിലാണോ ഈ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. അത്തരത്തിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ടല്ലേ ഈ തെറ്റായിട്ടുള്ള രീതിയിൽ ചികിത്സാ പിഴവുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നത് കൊണ്ടല്ലേ ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ മേൽ പോലും ഈ അക്രമം ഉണ്ടാകുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത് എന്നതുകൂടി പൊതുസമൂഹം മനസ്സിലാക്കണം. ഈ തരത്തിലുള്ള മാധ്യമ വിചാരണ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൽ പോലും ദയവ് ചെയ്ത് എനിക്ക് അല്ലല്ല, ഞാൻ പറഞ്ഞത് ചികിത്സാ പിഴവെന്ന് പറയുന്നത് താങ്കൾ ഇതിനെ മിസ്കോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് ചികിത്സാ പിഴവെന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഹർഷീനയുടെ അനുഭവമുണ്ട്, ഇവിടെ ഗൈഡ് വയർ കുടങ്ങിയ സുമയ്യയുടെ അനുഭവമുണ്ട്. ഇതുപോലെ ഈ ചികിത്സാ പിഴവ് ആരോപിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടർമാരുടെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് രോഗികൾക്കുള്ള അതൃപ്തിയും അവരുടെ പരാതികളും ഉയർന്നു വന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വകാര്യ പ്രാക്ടീസുകളിലേക്ക് ഡോക്ടർമാർ കടക്കുകയും അതേസമയം സർക്കാർ ആശുപത്രികളിൽ എത്തുമ്പോൾ ഡോക്ടർമാർ അർഹമായ രീതിയിൽ അവരെ പരിഗണിക്കുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ ഡോക്ടറോട് ചോദിച്ചത് ഇത്തരം സംഭവങ്ങളിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരുടെ മാനസികമായ അവരുടെ വൈകാരിക തലങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ എന്നാണ്. അല്ലാതെ ഡോക്ടർ പറയുന്നത് പോലെ ഒരു ഡോക്ടറെ ആക്രമിച്ചതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ മാധ്യമ വിചാരണ നടത്തുകയോ ഒന്നുമല്ല. ഏതൊരു രോഗിയും ഒരു ആശുപത്രിയിൽ ചികിത്സയിൽ എത്തുന്ന സമയത്ത് ആ രോഗിക്ക് പരമാവധി മെച്ചമായിട്ടുള്ളൊരു ചികിത്സ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു ഡോക്ടറുടെയും ജോലി. അത് തന്നെയാണ് ഒരു ഡോക്ടറും ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളിലെ ഒരുപാട് കുറവുകൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നിലവിലുള്ളത് പോലെയുള്ള ഒരു ആരോഗ്യ മാൻ പവർ വിഷയം, ഡോക്ടർ പോപ്പുലേഷൻ റേഷ്യോ ആണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്, ഒരിക്കലുമല്ല. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലെത്തുന്ന ഏതൊരു വ്യക്തിക്കും പരമാവധി മെച്ചപ്പെട്ടൊരു ചികിത്സ കൊടുക്കുവാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കാറുണ്ട്. നിർഭാഗ്യവശാൽ മെഡിക്കൽ സയൻസിൻ്റെ അപ്പുറത്തേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ആ കുറവുകൾ, ആ പരിമിതിക്കുള്ളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളിൽ ഉണ്ടാവുന്ന കുറവുകൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു ശ്രമവും ആ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോഴെങ്കിലും അതിൻ്റെ മറുവശത്ത് നിൽക്കുന്നവർ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാറില്ല. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, നിരവധി സംഭവങ്ങൾ തന്നെ നമുക്ക് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മാധ്യമത്തിൽ കൂടെയും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ആരും സമീപിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ സമീപിക്കരുത് എന്നുള്ള അഭ്യർത്ഥന കൂടി ശരി ഡോക്ടർ, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ എസ് എസ് ലാൽ, ഈ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഒരു നിലവിലെ നിയമത്തിൽ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നപ്പോൾ, നിയമം കൊണ്ടുവന്നപ്പോൾ
സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന മറ്റു ചില ആശങ്കകളുണ്ടായിരുന്നു. അതിലൊന്ന് രോഗികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നുള്ളതായിരുന്നു. അതായത് മതിയായ ചികിത്സ കിട്ടാതിരിക്കുക, നീതിപൂർവമുള്ള ഒരു ഇടപെടൽ ഉണ്ടാവാതിരിക്കുക, മാന്യമായ രീതിയിലുള്ള പരിഗണന കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ കൈക്കൂലി ചോദിക്കുകയോ അല്ലെങ്കിൽ അലംഭാവത്തോടു കൂടി കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന അവസ്ഥ രോഗികൾക്കോ കുടുംബത്തിനോ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, അവരുടെ പരിരക്ഷയും അവകാശങ്ങളും ആര് സംരക്ഷിക്കും എന്ന ഒരു ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ആ സമയങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു നേരത്തെ ഞാൻ KGMO പ്രതിനിധി ഡോക്ടർ TN സുരേഷിനോട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ചോദിച്ചത്. ഇവിടെ ഡോക്ടർ SS ലാൽ, ഒരു ഡോക്ടർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ആ ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ ന്യായീകരിക്കപ്പെടാവുന്നതോ ആയ ഒന്നും അതിനകത്തില്ല, ശരിയാണ്. അതേസമയം തന്നെ കുഞ്ഞു മരിച്ചതിലുള്ള മാനസിക സംഘർഷം ഇയാൾക്കുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണമെന്നും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എന്നുമൊക്കെ പറഞ്ഞ് ഈ താലൂക്ക് ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള ആരോപണം ആ രോഗിയുടെ കുടുംബത്തിന് നേരത്തെ തന്നെയുണ്ട്. അവർ ആ ആരോപണം ഒരു ഭാഗത്തുണ്ട്. അത് ഉന്നയിക്കുമ്പോൾ ഡോക്ടറെ ആക്രമിച്ചത് ന്യായീകരിക്കുന്നു എന്നതിനെ അർത്ഥമാക്കേണ്ടതില്ല. അതേസമയം ഇങ്ങനൊരു ആരോപണം ഒരു ഭാഗത്തുണ്ട് എന്നതൊരു വസ്തുതയുമാണ്. അതിനെ കൂടി വിലയിരുത്തിക്കൊണ്ട് താങ്കൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുക ഡോക്ടർ SS ലാൽ? മാത്രമല്ല, ഈ നേരത്തെ ഡോക്ടർ TN സുരേഷ് പറഞ്ഞതുപോലെ തന്നെ സർക്കാർ നൽകിയ കുറേ ഉറപ്പുകളുണ്ട്. ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. ഡോക്ടർമാർക്ക് ഇപ്പോഴും സുരക്ഷിതമായി അവരുടെ തൊഴിലിടങ്ങളിൽ എത്തി പണിയെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നതിനെയും എങ്ങനെയാണ് താങ്കൾ കാണുക? നല്ല ചോദ്യമാണ് ഗോപി. നമ്മൾ അങ്ങനെയാണ് ഈ വിഷയത്തെ അനലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. എനിക്കും പല ഡോക്ടർമാർ വഴിയൊക്കെ വിവരങ്ങൾ കിട്ടി. ഡോക്ടർ സുരേഷ് പ്രതികരിക്കുന്നത് ഡോക്ടർമാരെയാണ്. ഇന്ന് കേരളത്തിലെ ഡോക്ടർമാരുടെ ഒരു മാനസിക അവസ്ഥയുമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എല്ലാവർക്കും നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബന്ധുക്കളൊക്കെ ഡോക്ടർമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആശുപത്രിയിൽ ഇരിക്കുമ്പോൾ ഇതൊന്ന് ഭയക്കും, എൻ്റെ മകന് പറ്റുമോ, എൻ്റെ സഹോദരിക്ക് പറ്റുമോ എന്നൊക്കെയുള്ള ഭയമുണ്ട്. പിന്നെ സംഘടന നിലയ്ക്ക് എല്ലാവർക്കും ഇത് ആർക്കും എവിടെയും പറ്റാവുന്നൊരു ഭയം ഡോക്ടർമാർക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഡോക്ടർ സുരേഷ് പറഞ്ഞതും ഇപ്പോൾ ഗോപി പറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് ഇടപെടേണ്ടത്. ഇതിനകത്ത് പരിഹാരങ്ങളാണ് വേണ്ടത്. അപ്പോൾ പരിഹാരം ഗവൺമെൻറ് പറഞ്ഞു അതെങ്ങനെ എത്തിയില്ല എന്നുള്ള നിൽക്കുമ്പോൾ തന്നെയും ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇതിപ്പോൾ ഡോക്ടർ എന്നോ രോഗിയെന്നോ രണ്ട് വ്യത്യസ്ത സമൂഹമില്ല. നമുക്ക് ആ ചർച്ച അങ്ങനെ വഴിമാറി പോവുകയും ചെയ്തത്. ഇപ്പം ഞാൻ സമൂഹത്തിൽ നിന്നുണ്ടായ ഡോക്ടറാണ്, ഞാൻ സമൂഹത്തിൻ്റെ ഭാഗവുമാണ്. എല്ലാ സമൂഹത്തിലും എല്ലാ നല്ല മനുഷ്യരുടെയും വീടുകളിൽ നിന്ന് ഡോക്ടർമാരായിട്ടുണ്ട്. ഡോക്ടർമാരായത് അതിന് ശേഷം മോശമായ ആൾക്കാരുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് സമൂഹം. അപ്പോൾ ഡോക്ടർ രോഗി എന്നൊരു വിഭജനമില്ല. ഞാൻ കാലൊടിഞ്ഞിട്ട് ഞാൻ രോഗിയായിരുന്നു കഴിഞ്ഞ 2 മാസം. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ വിഷയത്തെ കണ്ടു. അപ്പോൾ രോഗി, എനിക്കൊരസം വരുമ്പോൾ എൻ്റെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും രോഗി എന്ന നിലയ്ക്കാണ്. അന്നേരം ഡോക്ടറെ പറ്റി ഞാൻ ആലോചിച്ചെന്ന് വരില്ല ഒരു പക്ഷേ. തിരിച്ചും ഇപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം രോഗികളെ സഹായിക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിലെ സർക്കാർ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ അവർക്ക് സല്യൂട്ട് കൊടുക്കേണ്ടതാണ്. വിദേശങ്ങളിൽ പോയാൽ വലിയ ശമ്പളമാണ്. ഇതിൻ്റെയൊക്കെ എത്ര ഇരട്ടി ശമ്പളം കിട്ടും. പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ വലിയ ശമ്പളം കിട്ടും. അത് ത്യജിച്ചിട്ടാണ് ഇപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളും കാണും, പക്ഷെ ഇവിടെ നിൽക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ വകുപ്പിൽ പ്രത്യേകിച്ചും ഞാനും പ്രൈമറി ഹെൽത്തിൽ ജോലി കിട്ടുന്ന ആളാണ്. ഒറ്റ ആളൊക്കെ 200 രോഗിയൊക്കെ ഒരു ദിവസം നോക്കേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥ കേരളത്തിലുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഡോക്ടർമാരെ ശ്രദ്ധിക്കാത്ത, അപ്പോൾ അബദ്ധങ്ങൾ പറ്റും, തെറ്റ് കാണിക്കുന്ന ഡോക്ടർമാരുണ്ട്. അത് നമുക്ക് ഡോക്ടർമാർ സമൂഹം മൊത്തവും ശുദ്ധമാണെന്നും പറയാൻ പറ്റില്ല. ഞാനും ഡോക്ടറാണോണ്ട് എനിക്കറിയാം, അങ്ങനല്ല. മറുവശത്ത് അപ്പോൾ നമ്മളൊരു ഡോക്ടർ രോഗി വിഷയമായിട്ട് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതെങ്ങും ഒരു പരിഹാരം ഉണ്ടാകില്ല. സുരേഷ് പറയുന്നത് ഡോക്ടർമാരുടെ മനസ്സ് വികാരമാണ്, യാഥാർത്ഥ്യമാണ്. ഒരു കുട്ടിയെ മകളെ നഷ്ടപ്പെട്ട അച്ഛനിരിക്കണം. എനിക്കും അറിയുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇതൊരു റിയാലിറ്റിയാണ്. മറുവശത്ത് ഈ രോഗി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സുരേഷ് തന്നെ അത് പറഞ്ഞു. ഈ ആശുപത്രിയിൽ വരുന്ന നമുക്ക് ആരാന്നറിയാൻ കഴിയില്ല. ആശുപത്രിയിൽ വരുന്നവർ വിഭ്രാന്തിയുള്ളവർ കാണും, മാനസിക പ്രശ്നമുള്ളവരാണ്. ഞാനിടപെട്ടിട്ടുണ്ട്. ഞാനും ഡോക്ടർ ജയശ്രീ ഞങ്ങൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് പെട്ടുപോയിട്ടുണ്ട്. മാനസിക രോഗ വിഭാഗത്തിൽ ആയുധമായിട്ട് ഒരാൾ നേരിടുകയാണ്. പുറത്ത് രക്ഷപ്പെടാൻ പോലും വഴിയില്ലാത്തൊരു OPയിലാണ്. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഡോക്ടർമാർ ദിവസം അനുഭവിക്കുമ്പോഴും മറുവശത്ത് വരുന്നവർ ആരാണെന്ന് നേരത്തെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ നേരത്തെ അറിയാനോ സംവിധാനമോ ഡോക്ടർക്കില്ല. അപ്പോൾ ഇതിനാണ് ഒരു സെക്യൂരിറ്റി സംവിധാനം, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അലേർട്ട് ചെയ്യാൻ പോലീസ് സംവിധാനം വേണം. ഞാൻ ചോദിക്കട്ടെ, സെക്രട്ടേറിയറ്റിൽ ആർക്കും വെറുതെ കയറി പോകാൻ പറ്റുമോ? ഈ നടന്നത് സെക്രട്ടേറിയറ്റിലൊരു ഉദ്യോഗസ്ഥനോടോ ഒരു മന്ത്രിയോടോ ചെയ്യാൻ പറ്റും? ഇവരോടൊക്കെ ജനത്തിന് വിരോധമില്ലേ?
മാനസിക പ്രശ്നമുള്ളവരോ വിഭ്രാന്തിയുള്ളവരോ സെക്രട്ടറിൻ്റെ അടുത്തുമില്ലേ? എന്തുകൊണ്ടാണ് അവിടെ തടയും? ആ ഒരാൾ വിചാരിച്ചല്ലോ സെക്യൂരിറ്റി കടക്കാതെ അകത്തേക്ക് പോകാൻ പറ്റില്ല. അത്രയും സ്ട്രിക്റ്റായിട്ട് എല്ലാ ആശുപത്രിയിലും പറ്റും എന്ന് പറയുകയില്ല. പക്ഷേ വലിയ ആശുപത്രികളിലെങ്കിലും ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നവരെല്ലാവരും ഫയൽ സംബന്ധമായ കാര്യങ്ങൾക്കാണ്. ആശുപത്രി വരുന്നവർ ഏറ്റവും മാനസികമായിട്ട് ഏറ്റവും അസ്വസ്ഥയുള്ളവരായിരിക്കും. കൂടെ വരുന്നവരും അങ്ങനെയാണ്. ആരും വിനോദസഞ്ചാരത്തിനുള്ള ആശുപത്രി വരുന്നത് അസുഖമായിട്ടോ കൂടെ വന്നവൻ്റെ അസുഖമായിട്ടോ അപകടം പറ്റിയോ മരണഭയത്തോടെയോ മരണത്തോട് മല്ലിടിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെയാണ് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ അവരെ നമ്മൾ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസിൽ പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥ പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമൂഹം അപ്പോൾ അങ്ങനെ വരുന്ന സുരക്ഷിതമല്ലാത്തൊരു പ്രദേശത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ വേണം. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ പരിപാടിയും നിർത്തിയിട്ട് ഇവിടെ എല്ലാം സെക്യൂരിറ്റിയും വെച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്നുള്ള രീതിയല്ല പറഞ്ഞത്. പക്ഷെ പരിഹരിക്കപ്പെടണ്ടേ? ഇപ്പോൾ കേരളത്തിൽ നമ്മളിപ്പോൾ പറയുന്ന കേട്ടാൽ ഗവൺമെൻറ് പോലും ഇപ്പോൾ തോന്നുന്നു കേരളത്തിലെ എല്ലാ ആരോഗ്യ പ്രശ്നവും ഗവൺമെൻറ്റാണ് പരിഹരിക്കുന്നത്. അങ്ങനെയല്ല, യാഥാർത്ഥ്യമാണത്. 30% രോഗികളാണ് ഗവൺമെൻറ് നോക്കുന്നത്, 70% സ്വകാര്യ ആശുപത്രി പോവാണ് ഇല്ലാത്ത പൈസയൊക്കെ ഒപ്പിച്ച്. ഈ 30% പേര് വരുന്നിടത്ത് ഒരു അതിന് താങ്ങാന്നൊരു 10 ഇരട്ടി തിരക്കുവാണ്. ഉപകരണങ്ങളില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രി ഉപകരണങ്ങളില്ലല്ലോ. ഡോക്ടർ ഹാരിസ് പറഞ്ഞ പ്രശ്നം ഇപ്പോഴും ഒരുപാട് ആശുപത്രി തുടരുകയാണ്. അപ്പോൾ ജനത്തിന് അമർഷമുണ്ട്. ഈ കുട്ടി മരിച്ച ഒരാളുടെ ഇപ്പോൾ എൻ്റെ കുട്ടി മരിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അത് അയാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കണം. അയാൾ ആക്രമിക്കുന്നതിനായിരിക്കാൻ പറ്റില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം കുട്ടി നഷ്ടപ്പെട്ട ആളാണ്. അയാൾ വിഭ്രാന്തിയിലായിരിക്കാം, മാനസിക പ്രശ്നമുണ്ടായിരിക്കാം. അങ്ങനെ ഒരാൾ വരുന്ന സ്ഥലത്ത് അയാൾ തടയപ്പെടണം. അങ്ങനെ ആൾ വരാൻ പറ്റാത്ത രീതിയിൽ സംവിധാനങ്ങൾ വേണം. എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലും ചെറിയ പ്രശ്നം ഉണ്ടായിപ്പോവെങ്കിലും പക്ഷെ ഇവിടെ ശ്രദ്ധേയില്ല. എന്താ പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ടാകാത്തത്? എന്താണ് സെക്യൂരിറ്റി സ്റ്റാഫ് നിയമിക്കുക? എന്താണ് അധികം പോലീസ് നിയമിക്കാത്തത്? അപ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോഴും കുറേ ഉത്തരവുകളുണ്ടാകും, കുറേ അഭിപ്രായങ്ങളുണ്ടാകും, കുറേ അന്വേഷണങ്ങളുണ്ട്. അതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ്. ആലോചിച്ച് നോക്കണം, മെഡിക്കൽ പ്രൊഫഷൻ പല നാടുകളിലും മെഡിക്കൽ ഡോക്ടർമാരാകാൻ ആൾക്കാർ തയ്യാറല്ല. ഒരുപാട് അമേരിക്കയിലാണെങ്കിൽ കേസുകളുടെ പ്രശ്നം, ഇങ്ങനെ പല റീസൺസ് ഉണ്ട്. കേരളത്തിലെ അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ +2 എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികളായിട്ടൊരിക്കൽ ഇൻട്രാക്ട് ചെയ്ത് ഇപ്പോൾ ഒരു പത്രം നടത്തിയ വലിയൊരു ജില്ലയുടെ ഒരാൾക്ക് പോലും ഡോക്ടറാകണ്ട. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഏറ്റവും സമർത്ഥരായവർ ഡോക്ടർ ആകാതിരുന്നാലും പ്രശ്നമുണ്ട്. അപ്പോൾ ഇനി ഞാൻ സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഇതിനകത്ത് ഒരു കാര്യം പറയാൻ പോയ തെറ്റായിപ്പോവും. ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് ഒരു അപകടം പിടിച്ച രോഗമാണ്. ആഗോളതലത്തിൽ 95% പേര് മരിക്കുമെന്നാണ് നമ്മുടെ അനുഭവം. കേരളത്തിൽ അതിൻ്റെ മരണശതമാനം അത്രയില്ല, 10-30% ഉള്ളൂ. അതെന്താണെന്ന് അന്വേഷിച്ചിട്ടില്ല നമ്മളിതുവരെ. കേരളത്തിന് അനുകൂലമായ സാഹചര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ ഒരു ഗവേഷണമില്ല. നമ്മൾ ഈ അവസരം നോക്കി എന്താ പറയുന്നറിയാം. ഞാനും കേട്ടു പ്രസ്താവന, മന്ത്രി അവരുടെയൊക്കെ പ്രസ്താവന കേട്ടു. നമ്മളിവിടെ അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മൾ പരിഹരിക്കും, നമുക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് ജനം മനസ്സിലാക്കുന്നത്. ഇതേ വാക്കുകളായിരിക്കില്ല അവർ പറഞ്ഞത്. നിപ്പ വന്നതും പോയത് നിപ്പ തീരുമാനിച്ചിട്ടാണ്. നമ്മുടെ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികൾ കണ്ടുപിടിച്ചുകൊണ്ടാണ്. എന്നിട്ടും 90% പേരാണ് കേരളത്തിൽ മരിച്ചു പോയത്. ഒരു സിനിമ എടുക്കാനുള്ള വിഷയം അതിനകത്തില്ല. പക്ഷെ ഇവിടെ എന്താണ് പ്രചരിപ്പിച്ചത്? നിപ്പ നമ്മൾ അടുത്ത് കോവിഡ് വരട്ടെ പറത്തുമെന്ന്. നമ്മൾ ഗതികെട്ട് പോയി. കോവിഡിന് തയ്യാറെടുക്കാതിരുന്ന ഹെൽത്ത് സിസ്റ്റം തയ്യാറെടുക്കാതെ ഇരുന്നത് പോലും വൈറസിനെ മന്ത്രി ഓടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ അബദ്ധങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിലും എന്താണ് ആരോഗ്യവകുപ്പ് പറയേണ്ടത്? മന്ത്രിയല്ല പറയേണ്ടത്, ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കൊണ്ട് പറയണം. ആരാണെന്ന് പോലും ആർക്കും അറിയില്ല. അവരെ കൊണ്ട് പറയിക്കണം. ഇത് ഏറ്റവും അപകടം പിടിച്ച രോഗമാണ്, ഇത് വരാതെ നോക്കണം. അറിയാത്ത കുളത്തിൽ നീന്തരുത്, അറിയാത്ത വെള്ളം ഉപയോഗിച്ച് കുളിക്കരുത്, വെള്ളം ശുദ്ധീകരിക്കണം, കിണർ ശുദ്ധീകരിക്കണം, നിങ്ങളുടെ കുളങ്ങൾ ശുദ്ധീകരിക്കണം. ഇതാണ് പറയേണ്ടത്. ഇത് പറയുന്നത് എന്താണ്? എല്ലാ ഗംഭയിലും പറയും, ഞങ്ങൾ അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ മരണം കുറവാണ്. ഇത് കേൾക്കുന്ന ജനം എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് കുഴപ്പമില്ല. ഇവിടെയാണ് ഈ പ്രശ്നം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു കാളുടെ വിഷയം മാത്രം ചർച്ച ചെയ്യേണ്ടത്, കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട കാര്യമാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം വന്നു കഴിഞ്ഞാൽ മരണസാധ്യത വളരെ കൂടുതലാണ്. വരാതെ നോക്കണം. വന്ന ഏറ്റവും ഞങ്ങളുടെ ആശുപത്രി നോക്കിക്കോളൂ എന്ന് പറയുന്നതിൻ്റെയാണ് ഈ പ്രശ്നം. ഇതുകൊണ്ടാണ് ഞാനൊന്ന് ഇടപെട്ട് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ഡോക്ടർ. ഈ താങ്കൾ പറഞ്ഞല്ലോ ഈ ഇത്തരം ഇപ്പോൾ മകളെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ മാനസിക വികാരങ്ങളെ കൂടി നമ്മൾ മാനിക്കണമെന്ന്, അത് മനസ്സിലാക്കണമെന്ന്. അതൊരു നല്ല മനസ്സിൽ നിന്ന് വന്ന വാചകമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഡോക്ടർ, ഇവിടെ ഈ റംബീസ എന്ന് പറയുന്ന സനൂപിൻ്റെ ഭാര്യ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് കുഞ്ഞിനെ സംബന്ധിച്ച് റിസൾട്ടുകളൊന്നും കിട്ടിയിട്ടില്ല, അമീബിക് അല്ലെന്ന്. അതായത് ഈ കുഞ്ഞിൻ്റെ സഹോദരന് അമീബിക് മസ്തിഷ്ക ജ്വരം വരികയും അത് ചികിത്സിച്ച് ഭേദമാവുകയും ചെയ്തതാണ്. ഈ കുഞ്ഞിനെ ഓഗസ്റ്റ് 14 ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ കടുത്ത പനിയും ക്ഷീണവും ഛർദിയും ഒക്കെയായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അമീബിക് അല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം, ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് ആണ് എന്ന ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നു.
പനി ബാധിച്ച് മരിച്ചു എന്നാണ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം പറഞ്ഞത്. ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ കുഞ്ഞു മരിക്കില്ലായിരുന്നു. കുട്ടി മരിച്ച ആ കുടുംബത്തിൻ്റെ ഈ വേദന, ഈ ആശങ്ക, അവരുടെ ഈ പരിദേവനങ്ങൾ ഇതെവിടെ പറയും ഡോക്ടർ? ആര് പരിഗണിക്കും ഡോക്ടർ? ആര് പരിഹരിക്കും? അത് ഹെൽത്ത് സിസ്റ്റത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് ഈ ഡോക്ടർമാരല്ല, പാവം ഡോക്ടർമാർ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മനുഷ്യത്വം കൊണ്ട് ആശുപത്രി ജോലി ചെയ്യുന്നവരല്ല. ഹെൽത്ത് സിസ്റ്റം എന്നൊരു മൊത്തം സിസ്റ്റമാണ്. മന്ത്രി പറഞ്ഞ സിസ്റ്റം തകരാറാണത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്റം തകരാറാണ്. എത്ര പേർക്കറിയാം അമീബിക് മസ്തിഷ്കജ്വരം വന്നാൽ മരണസാധ്യത കൂടുതലാണ്. തിരിച്ചാണ് മനസ്സിലാക്കിച്ചിരിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് ഉണ്ട്, ഞങ്ങളെല്ലാം ശരിയാക്കി തരാം. അപ്പോൾ ഈ ഹെൽത്ത് സിസ്റ്റത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നമുക്ക് പറയുമ്പോൾ ശിശുമരണ നിരക്കതെ 5 ആക്കി ഇതൊക്കെ പറഞ്ഞ് നമുക്ക് പറയാം. പക്ഷേ 5 മരണമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ മരിച്ചവൻ്റെ വീട്ടിൽ 100%. 3.5 കോടിയുള്ള ജനത്തിൻ്റെ അതിൻ്റെ ഇടയിൽ ഒരു ഇത്ര പേര് എന്ന് പറഞ്ഞ് ശതമാനക്കണക്ക് സർക്കാരിനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ മരണങ്ങൾ കണ്ടിട്ടുള്ളതാണ് കുടുംബങ്ങളിൽ തന്നെ. എളുപ്പമല്ല അത് പറയാൻ. മരണം വരുമ്പോഴത്തേക്ക് ഒരു വീട്ടിലൊരു കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഐഡിയലായിട്ട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ആരോടെ പറയുന്നത്? ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാനസിക പ്രശ്നമുള്ള മനുഷ്യരുടെ സംസ്ഥാനമാണെന്ന് കൂടെ ആലോചിച്ച് നോക്കുന്നത്. ഒരുപാട് അസ്വസ്ഥതകളുണ്ട്. ഇതെല്ലാം കൂടി വെച്ചിട്ടാണ് ആലോചിക്കുന്നത്. ഞാനിത് ഡോക്ടർമാരെ ഒരാളെ ആക്രമിക്കാൻ, ഡോക്ടർമാരെ ആരും ആക്രമിക്കാൻ പാടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഡോക്ടർമാരെ ആക്രമിക്കാൻ പാടില്ല. ഞാനതാ പറഞ്ഞത്. അവിടെ ആയുധങ്ങളുള്ളവരും പലതരത്തിലുള്ള ആൾക്കാർ വരും. അവർ തടയപ്പെടണം. അതിന് സംവിധാനം വരണം. സംവിധാനം ഇപ്പം നമ്മൾ പരസ്പരം ഡോക്ടർ, രോഗി, ജനം, മന്ത്രിസഭ എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ച് സമയം കളയേണ്ട വിഷയമല്ല. ഇത് പറയുമ്പോൾ എന്നറിയാം, ഈ സർക്കാർ ആശുപത്രിയിൽ നമ്മുടെ മന്ത്രിമാർ പോകുന്നില്ല. ഇത് പോകുന്ന സാധാരണക്കാരൻ അവൻ അവിടെയല്ലേ പോകാൻ പറ്റുള്ളൂ. പൈസ ഉള്ള ഏതെങ്കിലും മന്ത്രി, അമേരിക്കയിലാണ് മുഖ്യമന്ത്രി പോകുന്നത്. നമ്മുടെ മന്ത്രി പൈസ ഉള്ളവരും സമയമില്ലാത്തവരും എല്ലാം സ്വകാര്യ ആശുപത്രി പോവുകയാണ്. ഈ പാവപ്പെട്ടൻ എവിടെ പോവും? സ്വകാര്യ ആശുപത്രികൾ കേരളത്തിൽ നല്ല ചികിത്സ കൊടുക്കുമ്പോഴും അവിടെ പോയിക്കഴിഞ്ഞാൽ സാധാരണക്കാർ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ആശുപത്രി വരുന്നത്. ഗവൺമെൻറ് ആശുപത്രി ജോലി ചെയ്യുന്ന ഡോക്ടർമാർ, നഴ്സുമാരെന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അവരും കളഞ്ഞിട്ട് പോകും. അപ്പോൾ അവിടെ നിൽക്കുക. അപ്പോൾ ഇതൊരു പ്രശ്നം പരിഹരിച്ച് പറ്റും. ഇത് ഒരു രോഗികളുടെ പ്രശ്നമാണ്. രോഗികളെല്ലാം രാവിലെ ഡോക്ടർമാരെ വെട്ടാമെന്നും പറഞ്ഞ് വരുന്നവരല്ല. പക്ഷെ സാധാരണ മനുഷ്യരിൽ നമ്മൾ തന്നെയാണ് രോഗി, ഡോക്ടറും രോഗിയാണ്. അപ്പം നമ്മുടെ ഇടയിൽ പ്രശ്നമുള്ളവർ കാണും. അവന് ഒരു ഡോക്ടറെ ആക്രമിക്കാൻ, നഴ്സിനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റാണ്. ശരി ഡോക്ടർ, ഞാൻ ഇനി ഡോക്ടറോട് അടുത്ത ഘട്ടത്തിൽ ഞാൻ ഡോക്ടറെടുത്തേക്ക് വരാം. ഞാൻ ഒരുപാട് രാജ്യം അല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞത് നമ്മൾ ജനങ്ങളുടെ ആരോഗ്യബോധവും അവബോധവും ശുചിത്വശീലവും കൊണ്ടാണ് കേരളം നമ്പർ 1 ആയിട്ടിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തന പണിയും കൊണ്ട് അവാർഡുകൾ കിട്ടുമ്പോൾ നമ്മൾ ഓടിപ്പോയത് വാങ്ങിച്ചത് മന്ത്രിമാരാണ് വാങ്ങുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മോറൽസ്, ഞാനിതിൻ്റെ ഖേദവും ദേഷ്യമൊന്നുമല്ല. ഞാനതൊരു മന്ത്രി ഉദ്ദേശിച്ചല്ലേ പറയുന്നത്. ആര് മന്ത്രിയായിരുന്നാലും പറയേണ്ടത്, ഞാൻ ഹെൽത്ത് സിസ്റ്റം ലീഡ് ചെയ്യുന്ന ആളാണ്, ഞാൻ എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്ന ഒരു മന്ത്രിക്ക് പറയാൻ കഴിയണം. ശരി, ഞാൻ വരാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഇവിടെ ഈ ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങളെയും ആക്രമണവും സ്വത്തിനുമുള്ള നാശവും തടയൽ ഭേദഗതി ഓർഡിനൻസ് കൊണ്ടുവന്നതാണ്, നമുക്കറിയാം. അതിനകത്ത് ഈ ആരോഗ്യ പ്രവർത്തകരെ അധിക്ഷേപിക്കണമെന്നോ അവഹേളിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ വാക്കുകൾ ഉപയോഗിച്ചാൽ പോലും കേസെടുക്കാനുള്ള വ്യവസ്ഥ ആ നിയമത്തിനകത്തുണ്ട്. അവിടെയാണ് ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ, അതായത് ഈ വടിവാൾ കയ്യിൽ കരുതി മക്കളുമായിട്ടാണ് ഈ സനൂപ് ഡോക്ടറെ അല്ലെങ്കിൽ അവിടുത്തെ സൂപ്രണ്ടിനെ ആക്രമിക്കാൻ വേണ്ടി എത്തിയത്. ആ കസേരയിൽ ഇരുന്നത് ഡോക്ടർ വിപിൻ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ആക്രമണം ഏൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇന്റൻഷനലി, അതായത് മകളെ കൊന്നില്ലടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു വിക്ഷോഭത്തിലല്ല, മറിച്ച് ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയുധവും കയ്യിൽ കരുതിയാണ് ഇയാൾ വന്നത്. കാരണങ്ങൾ പലതുണ്ടാകാം, കുടുംബം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ന്യായമായ ഒരു ആവശ്യമാണല്ലോ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നത്, അല്ലെങ്കിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കണമെന്നത്. ഇതൊക്കെ സർക്കാർ നേരത്തെ തന്നെ ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു നിയമ സംവിധാനം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നിയമവും അതിലെ വ്യവസ്ഥകളും ഉള്ളതുകൊണ്ട് മാത്രം പരിരക്ഷിക്കപ്പെടുന്നതല്ല കേരളത്തിൽ ആരോഗ്യ സേവകരുടെ രക്ഷ, അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള അവരുടെ അവകാശം എന്നാണോ ഈ സംഭവം കാണിക്കുന്നത്? അല്ല, ഇത് നമുക്കറിയാം, നിരവധി സംഭവങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഒരു സംഭവങ്ങളിൽ നിന്നും ഗവൺമെൻറ് 2012 തന്നെ ഇവിടെ നിയമമുണ്ട്. 2012 തന്നെ ഈ പറയുന്ന പോലെ ഈ ഹെൽത്ത് മേഖലയുമായി ബന്ധപ്പെട്ടവരുടെയും സംരക്ഷണവും ആയി ബന്ധപ്പെട്ട് നിയമമുണ്ട്. പക്ഷെ 2023 അതിദാരുണമായ ഒരു സംഭവം. കൊട്ടാരക്കരയിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന 22 വയസ്സുകാരിയായ വന്ദനാസ് എന്ന് പറയുന്ന ഹൗസ് സർജനെ കൊന്ന ഒരു സംഭവം ഉണ്ടായത്. അതേ തുടർന്ന് നമ്മുടെ മീഡിയ ആയാലും ശരി, പൊതുസമൂഹമായാലും ശരി, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരായാലും ശരി, വലിയ സ്കൂളിലൊക്കെ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു. ആ കേസിൻ്റെ വിചാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംഭവത്തെ തുടർന്ന് ഇത് സംബന്ധിച്ചൊരു പുതിയ ഓർഡിനൻസ് തന്നെ പുറത്ത് വരികയും 2012 നിയമം സമൂലമായി പരിവർത്തനം ചെയ്യുകയും പുതിയൊരു നിയമം 2023 വരികയും ചെയ്തു. എന്നാൽ 2023 ആദ്യം സംസാരിച്ച ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2023 ആ നിയമം ത്തിൽ എന്തൊക്കെയാണോ പറയുന്നത് അതിലെ പല കാര്യങ്ങളും നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഹോസ്പിറ്റലുകളിലും ഈ CISFന് സമാനമായ സംസ്ഥാന പോലീസിൻ്റെ സേനയെ വിന്യസിക്കുക, ആ സേന പരിശോധിച്ചിട്ട് മാത്രമേ ആളുകളെ കയറ്റാൻ പാടുള്ളൂ എന്നുള്ള ഒരു ഘട്ടം. അതുപോലെ തന്നെ ഇതുപോലെ ആളുകളുടെ കേസുകൾ വിചാരണ ചെയ്യാൻ വേണ്ടി ഡെസിഗ്നേറ്റഡ് കോടതികൾ എല്ലാ ജില്ലകളിലും സ്ഥാപിക്കുക, ആ കേസിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികളുടെ കേസുകൾ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രോഗ്രസീവായിട്ടുള്ള, ഇത് സംബന്ധിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള ഈ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണം സംബന്ധിച്ചുള്ള വളരെ നല്ല നിർദ്ദേശങ്ങളുള്ള നിയമമാണ് എല്ലാ അർത്ഥത്തിലും എന്ന് ഞാൻ ആ ഓർഡിനൻസ് വായിച്ചിട്ടുള്ള ആളാണ്, അത് പരിശോധിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അത് ആ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു പോരായ്മ തന്നെ. തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ കേസിന്റെ വിചാരണ വേഗത്തിലാക്കാൻ വേണ്ടി ഓരോ ജില്ലയിലും ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി പ്രത്യേക കോടതികൾ, അതിനുവേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ, പിന്നെ FIR രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിനുള്ളിൽ കേസ് അന്വേഷണം പൂർത്തിയാക്കി 1 വർഷത്തിനുള്ളിൽ തന്നെ വിചാരണ പൂർത്തിയാക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ നിയമത്തിനകത്തുണ്ട് അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും വളരെ വളരെ ശരിയാണ്. അത്തരത്തിൽ അത് വളരെ എല്ലാ ജില്ലകളിലും ഇതുപോലെ ഡെസിഗ്നേറ്റഡ് കോർട്ട് സ്ഥാപിക്കുക, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സ്ഥാപിക്കുക. കാരണം ഈ പലപ്പോഴും നമുക്കറിയാം ക്രിമിനൽ കേസുകളുടെ ദുരവസ്ഥ എന്ന് പറയുന്നത് കേസുകൾ വേഗത്തിൽ വിചാരണ നടന്നാൽ തന്നെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിയും എന്നുള്ളത് ഒരു ലിഖിതമായ വസ്തുതയാണ്. പലപ്പോഴും ക്രിമിനൽ കേസുകളുടെ വിചാരണ നീണ്ടുപോകുന്നത് കൊണ്ടാണ് കേസുകൾ പലപ്പോഴും ദുർബലമാകുന്നതും പ്രതികൾ രക്ഷപ്പെടാനൊക്കെ സഹായിക്കുന്നത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് കൂടിയാണ് ഇത് വേഗത്തിൽ വിചാരണ നടത്തണമെന്നും എത്രയും വേഗം അതിൻ്റെ പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്നും എല്ലാം ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ഇതുവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൽ ഇടപെടാൻ വേണ്ടി ഈ ഡോക്ടർമാരുടെ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം. കാരണം അത് അത്തരത്തിൽ ഗവൺമെൻറ് ഒരു നിയമം നടപ്പാക്കിയെങ്കിലും ആ നിയമം പ്രാവർത്തികമാക്കുന്നതിൽ പൂർണ്ണമായും വിജയിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ്. അതൊക്കെ തന്നെയാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. കാരണം എന്ത് തന്നെ ആയാലും ശരി, നമ്മൾക്ക് പറയാം, നമ്മുടെ ഇപ്പോൾ സപ്പോസ് ഒരു ഡോക്ടറിൻ്റെ ഭാഗത്ത് ആ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട കോണ്ടക്സ്റ്റ് അല്ല ഇത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഔചിത്യം അത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു അക്രമ പ്രവൃത്തി നമ്മൾ എനി വ്യൂ ഓഫ് ദി മാറ്റർ നമ്മളതിനെ എതിർക്കപ്പെടണം എന്നുള്ളതാണ്. കാരണം ഐ ഫോർ ഐ എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥയല്ല. കാരണം ഇങ്ങനെ ഒരാൾ പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെ ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ എങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സമാധാനമായി ജോലി ചെയ്യാൻ സാധിക്കും? കാരണം നമ്മളൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നത് ഡോക്ടർമാർ എന്ന് വിശ്വസിച്ചിരുന്നതല്ല, ഇപ്പോഴും വിശ്വസിക്കുന്നത് ഡോക്ടർമാർ എന്ന് പറയുന്നത് ദൈവദൂതന്മാരാണെങ്കിൽ അവതാരങ്ങളാണ് ഭൂമിയിലെ എന്നൊക്കെയാണ് അങ്ങനെ പറയപ്പെടുന്നു. അങ്ങനെ ഒരു ചൊല്ലു തന്നെയുണ്ട് പണ്ട്. അപ്പോൾ എന്നാലൊരു മറ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഏറെക്കാലം. കാരണം ഡോക്ടർമാരെ അങ്ങനെ ഇപ്പോൾ ആ മറയൊക്കെ പോയിട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന വണ്ണം എല്ലാ രംഗങ്ങളിലും ഉള്ള പോലെ ഡോക്ടർമാരെ തന്നെ ആക്രമിക്കാൻ തയ്യാറാകുന്ന പ്രവണതകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ ജില്ലകളിലും റിപ്പോർട്ട് ചെറുതും വലുതുമായിട്ടുള്ള കേസുകൾ, ഇതൊരു വലിയ കേസായോണ്ടായിരിക്കാം പുറത്തു വന്നത്. പല ചെറിയ കേസുകൾ പോലെ പെറ്റി കേസുകൾ, ഉദാഹരണത്തിന് അശ്ലീലം പറയുക, പഴയ IPCയിലെ 294B തെറി വിളിക്കുക എന്ന് തുടങ്ങി ഉള്ള സംഭവങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അതൊന്നും ശരിയല്ല. കാരണം ഇപ്പോൾ സപ്പോസ് ഈ ഡോക്ടർമാരെ സംബന്ധിച്ച് ക്രിമിനൽ കേസ് എടുക്കാവോ എന്നുള്ള സുപ്രീം കോടതി പരിശോധിച്ചിട്ടുണ്ട്. അത് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ഡോക്ടറെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. സപ്പോസ്
നാനി പൽക്കിവാല ഒരു കേസ് നടത്തുന്നത് പോലെ ഒരു കേസ് നടത്തുന്നത് പോലെ മറ്റൊരു വക്കീലിന് ഒരു കേസ് നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതേ ഒരു എഫിഷ്യൻസി ഡിഫറൻസ് അത് സുപ്രീം കോടതി പറഞ്ഞിരിക്കും. ഒരു ഡോക്ടറിനെ പോലെ മറ്റൊരു ഡോക്ടറിനെ തുലനം ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഇവിടെ ബഹുമാന്യ ഡോക്ടർ ലാൽ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം അതിൽ പ്രധാനപ്പെട്ട വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് നെഗ്ലിജൻസ് ഒരു ഡോക്ടറിൻ്റെ ഭാഗത്ത് ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ഡോക്ടറിനെതിരെ ക്രിമിനൽ കേസ് പോലും എടുക്കാൻ കഴിയുകയുള്ളൂ. അതിൽ DMO ഉൾപ്പെടെയുള്ള കമ്മിറ്റി പരിശോധിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നിരിക്കെ എന്ത് ആരോപണത്തിൻ്റെ പേരിലായാലും ശരി ഒരു ഡോക്ടറിനെ ഒരു ആരോഗ്യ പ്രവർത്തകനെ ആക്രമിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. അതിനുവേണ്ടി നമ്മുടെ പൊതുസമൂഹം ഡോക്ടർമാരുടെ സംഘടനകൾക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഞാനുൾപ്പെടെയുള്ള ഗോപികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാ ആളുകൾക്കും ഏത് ദിവസവും ഏത് മുഹൂർത്തത്തിലും ഏത് സമയത്ത് ഏത് അസുഖമാണ് വരുന്നത് മനുഷ്യന് പ്രവചിക്കാൻ കഴിയില്ല. അപ്പം നമ്മളെല്ലാവരും സമീപിക്കേണ്ടവർ ഡോക്ടർമാർ തന്നെയാണ്. ഡോക്ടർമാർക്ക് സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്ന കാര്യത്തിൽ അതിനകത്ത് ഒരു ഡിബേറ്റിന്റെ പോലും ആവശ്യമില്ല. അതിനകത്ത് നമുക്കൊരു ഏകാഭിപ്രായം തന്നെയാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഡോക്ടർമാർ മാത്രമല്ല ആരും തന്നെ ഈ സമൂഹത്തിൽ ഈ തരത്തിൽ ആക്രമിക്കപ്പെടുകയോ താങ്കൾ പറഞ്ഞ ഐ ഫോർ എൻ ഐ എന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പം ഞാൻ ഈ പോയിന്റ് പറയുമ്പോൾ ഇതിനകത്ത് ഈ ആക്രമണത്തെ ന്യായീകരിക്കുന്ന നിലയിലല്ല ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഞാൻ പറഞ്ഞത് മറുഭാഗത്ത് കുടുംബം ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണമുണ്ടല്ലോ, അതായത് സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയായത് ഇതേ ആരോഗ്യ സംവിധാനത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണ്, അവരുടെ പിഴവുകൾ മൂലമാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എന്ന് കരുതിയിരിക്കുന്ന രക്ഷിതാക്കൾക്ക് കൂടി നീതി ഉറപ്പാക്കുന്ന ഒരു സംവിധാനം ഈ സമൂഹക്രമത്തിനകത്ത് ഉണ്ടാകണമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ സാധ്യതകൾ എന്നാണ് ചോദിച്ചത്. അതല്ലാതെ നേരത്തെ ഞാൻ ഡോക്ടർ ലാലിനോട് ആ കാര്യം വിശദീകരിച്ചിരുന്നു. ഈ ഡോക്ടർ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഈ നിയമം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലും നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം രോഗികളുടെ പ്രശ്നങ്ങളെ അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം എന്താണ് ഇവിടെ ഉള്ളത് എന്ന കാര്യം നമ്മുടെ ചർച്ചയുടെ ഭാഗമായി വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം കൂടി പറഞ്ഞത്. ഡോക്ടർ എനിക്ക് തോന്നുന്നു KGMOയുടെ പ്രതിനിധി അദ്ദേഹം എന്തോ പറയാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഡോക്ടർ TN സുരേഷ്. കോൺട്രഡിക്ഷൻ നമുക്ക് ഞാനൊരു ഒറ്റ കാര്യം അതിനകത്ത് വലിയൊരു കോൺട്രഡിക്ഷൻ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള നമ്മുടെ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 21 ജീവിക്കുവാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ജീവിക്കുവാനുള്ള അവകാശം മൗലിക അവകാശം ആണെന്ന് പറയുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യമാണ്. ജീവിക്കുന്ന അവകാശം ഓരോ വ്യക്തിക്കും മൗലിക അവകാശമായി നൽകുമ്പോഴും ഓരോ വ്യക്തിക്കും അടിസ്ഥാനപരമായി ജീവിക്കാനുള്ള ഒരു ആരോഗ്യ ഭൗതിക സാഹചര്യം നമ്മുടെ രാജ്യത്ത് കൊടുക്കുവാൻ നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി ഇത്ര വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഞാനതാ സൂചിപ്പിച്ചത്. ഇവിടെ ഒരേ തരത്തിലുള്ള ആരോഗ്യ സേവനം എല്ലാ ജനങ്ങൾക്കും പൊതുവായി നൽകുവാനുള്ള സംവിധാനം നമുക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പോരായ്മയാണ്. ആ പോരായ്മ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ജനങ്ങളുടെ ഭാഗത്ത് അസംതൃപ്തി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ അഡ്രസ്സ് ചെയ്യണം. അതിനെ വേറൊരു തലത്തിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. യാതൊരു സംശയവുമില്ല. KG മോഹൻദാസ്, ശ്രീ KG മോഹൻദാസ്, മകളെ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ എന്ന നിലയിലും ഇതുപോലെ ഒരു ആക്രമണത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ട ഒരു ഡോക്ടറായിരുന്ന ഡോക്ടർ വന്ദനയെ ഓർത്തുമാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയെ താങ്കളെ ക്ഷണിച്ചത്. ശ്രീ KG മോഹൻദാസ്, ഈ സംഭവം കേട്ടപ്പോൾ ഈ 2023 സംഭവങ്ങൾക്ക് ശേഷം നിയമങ്ങൾ കർശനമാക്കി ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന ഒരു സംഭവവും ഇനി കേരളത്തിൽ ഉണ്ടാകരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ നമ്മുടെ നാട്ടിൽ അത് വീണ്ടും സംഭവിച്ചിരിക്കുന്നു. താങ്കൾക്ക് എന്തു തോന്നി ഈ വാർത്ത കേട്ടപ്പോൾ? എങ്ങനെ കാണുന്നു ഈ സംഭവത്തെ താങ്കൾ? താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഒരു ഡോക്ടറെ ഒരു ചികിത്സയിൽ മരണപ്പെട്ട എന്ന് പറയുന്ന ഒരു കുഞ്ഞുകുട്ടിയുടെ അച്ഛൻ മാരകായുധങ്ങളുമായി വന്ന് ഡോക്ടറുടെ ക്യാബിൽ കയറി മാരകമായിട്ട് വടിവാൾ ഉപയോഗിച്ചു വെട്ടി പരിക്കേൽപ്പിച്ചു എന്ന് ന്യൂസിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യമായിട്ട് അങ്ങനെയുള്ള
ഒരു സംഭവത്തിൽ വളരെ രൂക്ഷമായി തന്നെ ഞാൻ അപലപിക്കുന്നു. ഞങ്ങളുടെ ഏകമകൾ ഡോക്ടർ വന്ദനദാസ് 2023 മെയ് മാസം 10 ഹൗസ് സർജൻസി ഡ്യൂട്ടി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ 4 മണിക്ക് ശേഷം പോലീസുകാരും നാട്ടുകാരും എല്ലാവരും കൂടെ കൊണ്ടുവന്ന ഒരു അക്രമി എൻ്റെ മോളെ 20ലധികം പ്രാവശ്യം കാഷ്വാലിറ്റിയിൽ നിന്ന് എടുത്ത ഒരു വലിയ കത്രി ഉപയോഗിച്ച് തലയിലും മുഖത്തും കഴുത്തിനും നെഞ്ചത്തും മിക്കവാറും എല്ലാ ശരീരഭാഗങ്ങളും മാരകമായിട്ട് കുത്തി പരിക്കേൽപ്പിച്ചു. അതിനുശേഷം കുട്ടം വിശ്വസിക്കുന്ന ഡോക്ടർമാരെയും കൂട്ടുകാരെയും എല്ലാവരെയും സ്വയരക്ഷയ്ക്ക് വേണ്ടി അലറി വിളിച്ച് കരഞ്ഞിട്ട് പോലും ആരും രക്ഷിക്കുവാനുണ്ടായില്ല. എല്ലാവരും സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്കുണ്ടായിട്ടുള്ള ആ ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഈ സംഭവം ഉണ്ടാകുന്ന 2023 മെയ് മാസം 10 ഒരു ബുധനാഴ്ചയാണ്. അടുത്ത ബുധനാഴ്ച മെയ് 17 കേരളത്തിൻ്റെ മന്ത്രിസഭാ യോഗം ആശുപത്രി സംരക്ഷണ ബിൽ പാസ്സാക്കിയതായിട്ട് ന്യൂസിലൂടെ മനസ്സിലാക്കി. ആ ബില്ലിൻ്റെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നടപ്പാക്കുകയായിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും അത്യാവശ്യ ഘടകമാണ്. നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞ പോലെ ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു മീഡിയേറ്ററാണ്. ഡോക്ടർമാർ അവരുടെ കർമ്മം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടി ആകുമ്പോൾ ഒരു പേഷ്യൻ്റ് രക്ഷപ്പെടുന്നു. അങ്ങനെ ഒരു കർമ്മ യോഗിനിയുടെ ഒരു ജോലിയാണ് ഡോക്ടർമാർ നിർവഹിക്കുന്നത്. അതിൽ തന്നെ ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ഉണ്ടായിട്ട് പോലും ഇങ്ങനെയുള്ള ഒരു സംരക്ഷണ സമിതിയോ അല്ലെങ്കിൽ ആശുപത്രി ഡോക്ടർമാരോ ഉൾപ്പെടെയുള്ള ആശുപത്രി ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ശക്തമായ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഇന്ന് നടന്ന പ്രവൃത്തിയിൽ കൂടെ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു രാജ്യത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും എന്ന് പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ജനങ്ങളാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും ഫുഡും ഷെൽട്ടറും ഒക്കെയാണ് പ്രാഥമികമായിട്ട് വേണ്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങൾ. അതിൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ആരോഗ്യ മേഖല വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾക്കറിയാം, ഈ കോവിഡ് കാലത്തൊക്കെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളുമൊക്കെ എല്ലാവർക്കും കോവിഡിന് ശേഷവും അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ പലരുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഏത് ഗവൺമെൻറ് വന്നാലും ആര് ഭരിച്ചാലും സാധാരണക്കാരായ ആളുകൾക്ക് അത്യാവശ്യം കൊടുക്കേണ്ട ആരോഗ്യ പ്രവർത്തനങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ജനങ്ങളുടെ എല്ലാ ആളുകളുടെയും ഒരു അവകാശമാണ്. ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞ പോലെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ജീവിക്കാനുള്ള അവസരവും അതിനുള്ള സ്വാതന്ത്ര്യവും അത് സംരക്ഷിക്കേണ്ട ചുമതല അതാത് ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കാണ്. അതിൻ്റെ അനുസരിച്ച് ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കുമായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം. ശരി, ശ്രീ കെ ജി മോഹൻദാസ് സർ, ഇവിടെ നമ്മുടെ നിയമവിദഗ്ധനായിട്ട് പങ്കെടുത്ത അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാറാണ്. ഞാൻ താങ്കൾ പേര് സംസാരിച്ചപ്പോൾ അല്പം തെറ്റിപ്പോയതുകൊണ്ട് ഞാനൊന്ന് തിരുത്തിയതാണ്. അപ്പോൾ ഞാൻ തിരുത്താതെ ഇരുന്നത് താങ്കൾ സംസാരിക്കുന്ന ഇടയിൽ പറയണ്ട എന്ന് കരുതി. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ടി എൻ സുരേഷ്, താങ്കൾ നേരത്തെ ഇടയ്ക്ക് സംസാരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു, അത് പറയൂ.
ഞാൻ പറയാൻ വന്നത് നേരത്തെ നമ്മൾ ഈ ഡിസ്കഷൻ്റെ ഇടയിൽ സൂചിപ്പിക്കപ്പെട്ടിരുന്നു ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നപ്പോഴും പേഷ്യൻസിൻ്റെ റൈറ്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരുടെ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഇല്ല, അതിനെന്താണ് ഒരു പോംവഴി എന്നതിനെ പറ്റിയും മറ്റും ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് സൂചിപ്പിക്കപ്പെട്ടു. ഇവിടെ ഞാൻ പറയട്ടെ, ഈ ഇത്തരത്തിലുള്ള നെഗ്ലിജൻസ് കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുവാനും അങ്ങനെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാവാനും വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ളൊരു നിയമ സംവിധാനമുള്ള ഒരു സംസ്ഥാനവും രാജ്യവുമാണ് നമ്മുടേത്. അതിന് ജില്ലാ തലത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കമ്മിറ്റികളുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ കമ്മിറ്റികളുണ്ട്, അതിൻ്റെ അപ്പുറത്ത് അപ്പലേറ്റ് കമ്മിറ്റികളുണ്ട്. എവിടെ വേണമെന്നുണ്ടെങ്കിലും പോലീസിന് പേഷ്യൻസിന് പരാതി കൊടുക്കാം, അവർക്ക് പോലീസ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. സുപ്രീം കോടതി തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇക്കാര്യങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഒപ്പീനിയൻ വേണം, അതിനനുസൃതമായിട്ട് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ട്രയൽ ചെയ്യാനും അവരെ കൺവിക്ട് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനമുള്ള ഒരു സംവിധാനമുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നമ്മൾ പറയേണ്ടത്, നേരത്തെ സംസാരിച്ച് വന്ന സമയത്ത് ഒരുപാട് തെറ്റുകൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ ഇത്തരത്തിലുണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു പ്രതികരണമാണോ സമൂഹത്തിൽ നിന്നുണ്ടാവുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. എന്താണ് ആ ഒരു കാര്യത്തിൻ്റെ വസ്തുത എന്ന് മനസ്സിലാക്കാതെയുള്ള റിയാക്ഷൻസ് അല്ലേ പലപ്പോഴും ഉണ്ടാകുന്നത്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിന് പിന്നെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി അവർക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടുവാൻ വേണ്ടി ഒരു ഡ്രെയിനിന് പകരം ഗ്ലൗസ് കട്ട് ചെയ്തിട്ട് ഡ്രെയിനായിട്ട് വെച്ചു. അതെന്തായിരുന്നു പിന്നീട് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടത്? ഒരു അന്യവസ്തു, ഒരു ഫോറിൻ ബോഡി സർജറി കഴിഞ്ഞ് ആ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ വെച്ച് മറന്നുപോയി എന്ന് പറഞ്ഞ് ആ ഡോക്ടറുടെ പേരിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു അക്രമം ഉണ്ടാവുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിരുന്ന ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള റെക്ടസ് ഷീറ്റിൻ്റെ മുകളിൽ, വയറിൻ്റെ മുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആ ബൈസ്റ്റാൻഡേഴ്സിനോട് കൺവേ ചെയ്തപ്പോൾ അത് കേട്ടത് കോട്ടൺ വേസ്റ്റ് എന്നാണ് കേട്ടത്. അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നു, അത് വലിയ രീതിയിലുള്ള ചർച്ചയായി. ആ ഡോക്ടറുടെ വീട്ടിലേക്ക് അതിക്രമം നടക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് അത്രത്തോളം സെൻസേഷണലായിട്ട് കൈകാര്യം ചെയ്യാതെ എന്താണ് അതിൻ്റെ സത്യം എന്ന് മനസ്സിലാക്കി ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ഓരോരുത്തരും ആ ഉയർന്ന പൗരബോധത്തോടു കൂടി പ്രതികരിക്കണം, പെരുമാറണം എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു വെക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇനി ഞാനൊന്ന് പറഞ്ഞു വരട്ടെ. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഐഡിയൽ സിസ്റ്റത്തിലല്ല, പ്രത്യേകിച്ചും ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർ ആരും പ്രവർത്തിക്കുന്ന ഒരു ഐഡിയൽ സിസ്റ്റത്തിലല്ല. ഒരു ഡോക്ടർ ഒരു ദിവസം കാണുന്നത് 100, 150, 200ഓളം രോഗികളെയാണ്. അപ്പോൾ ഈ തിരക്ക് സമയത്ത് നമ്മൾ ഒരു പേഷ്യൻറ്റിന് വരുന്ന അവർക്ക് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്ന സമയത്തും അപൂർവമായിട്ടെങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ മിസ് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി പിന്നെ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അവിടെ. അല്ല ഡോക്ടർ ടി എൻ സുരേഷ്, താങ്കൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ, ശരിയാണ്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെ സെൻസേഷണലൈസ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ രോഗികൾ തെറ്റായി മനസ്സിലാക്കിയ കാര്യങ്ങൾ, പ്യുവർ ഇഗ്നോറൻസ് ഡോക്ടർ, അവരുടെ അറിവില്ലായ്മ, അതും ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഡോക്ടർ, ക്യാൻ യു ഷോ മീ എ സിംഗിൾ കേസ്? അതെ, ഏതെങ്കിലും ഒരു കേസിൽ ഞങ്ങളുടെ ഭാഗത്ത് പിഴവ് പറ്റി എന്നൊരു ഡോക്ടർ തുറന്ന് സമ്മതിച്ച ഏതെങ്കിലും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് ഉണ്ടോ ഡോക്ടർ നമ്മുടെ മുന്നിൽ? ഓഡിയോ പോയി. ഹലോ, ഓഡിയോ. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ എസ് എസ് ലാൽ, ഞാൻ KGMOയുടെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പോൾ ഇതേപോലെ, അതായത് ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, കോസ്റ്റ് എഫക്റ്റീവായി നടത്തുന്ന ഇടപെടലുകൾ, ഇതൊക്കെ ചിലപ്പോൾ സാധാരണക്കാരായ ഒരു രോഗിക്ക് മനസ്സിലാകുന്നുണ്ടാകില്ല. അയാൾക്ക് സംശയങ്ങളുണ്ടാകാം, അയാൾക്ക് തെറ്റായി അയാൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാകാം, ഇതുപോലെ സെൻസേഷണലൈസ് ചെയ്ത് വാർത്ത വന്നിട്ടുണ്ടാകാം. തിരുത്തേണ്ടതാണ്, ഒരു സംശയവുമില്ല. വാർത്ത കൊടുത്ത മാധ്യമങ്ങളുടെ ഭാഗത്തുള്ള പിഴവാണെങ്കിൽ കുറെ കൂടി കാര്യമായി ഈ കാര്യങ്ങൾ പഠിച്ചും അറിഞ്ഞും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, തിരുത്തേണ്ടതാണ്, തർക്കമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന പ്രശ്നം അതല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ, ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും രോഗിയുടെ ആശങ്കകളും അവകാശങ്ങൾ കൂടി പരിഗണിക്കാനുള്ളതാണ്. ഇവിടെ ഒരു ഡോക്ടറെ അധിക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുന്ന തരത്തിൽ ആ ഉദ്ദേശത്തിൽ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്താൽ കേസെടുക്കാൻ വ്യവസ്ഥയുള്ള ഒരു നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ഡോക്ടർ രോഗിയോട് ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഏത് വ്യവസ്ഥ അനുസരിച്ചാണ് കേസെടുക്കുക ഡോക്ടർ എസ് എസ് ലാൽ?
നമ്മളിപ്പോൾ രോഗിയുടെ വാക്കുകൾ എന്ന് പറയുമ്പോൾ ഈ ഇതിനകത്തിപ്പോൾ എല്ലാം നേരത്തെ ഡോക്ടർ സുരേഷ് പറഞ്ഞ ഐഡിയൽ സംവിധാനങ്ങളല്ല. ഇപ്പോൾ ഞാൻ പല രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. വികസിച്ച നാടുകളിലും ഉണ്ട്, അല്ലാത്തടത്തുണ്ട്. അബീസാണ് ഇവിടെ ഈ പ്രശ്നം സത്യം പറഞ്ഞാൽ മറ്റു പല രാജ്യം ഞാൻ കണ്ടിട്ടേ ഇല്ല. നമുക്ക് എവിടെയും കയറിപ്പോം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ വളരെ എളുപ്പത്തിൽ ഞാൻ പരിഹാരം കൂടെ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ വലിയ തിരക്കുള്ള ആശുപത്രികൾ നമ്മളിപ്പോൾ പലയിടത്തും കയറും. ബാങ്കിൽ കയറുമ്പോൾ ഒരു മെറ്റൽ ഡിറ്റക്ടർ ഇല്ലേ, വലിയ ചിലവുള്ള സാധനമല്ല, ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനത്തെ പരിഹാരങ്ങൾ കൂടെ നമ്മൾ ആലോചിച്ച് പോകണം. പിന്നെ തിരിച്ചും ഞാൻ ഡോക്ടറായിരിക്കുമ്പോൾ തന്നെ ഈ ഡോക്ടർ പൊതുജനം അങ്ങനത്തെ ഒരു വ്യത്യസ്ത രീതിയിൽ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറില്ല. ഞാൻ പൊതുജനമാണ്, ഞാൻ തന്നെ ഡോക്ടറാണ്, ഞാൻ പൊതുജനങ്ങൾ വീട്ടിൽ നിന്നുണ്ടായ ഡോക്ടറാണ്, ഞാനിവിടെ ചേർന്നാണ് പൊതുജനം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ പലതരം മനുഷ്യരുണ്ട്, എല്ലാ സമൂഹത്തിലും കുറ്റവാളികളുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാണ്. കുറ്റവാസന ഉള്ളവരുണ്ട്, മാനസിക പ്രശ്നങ്ങളുണ്ട്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസ് ഉണ്ട്, മാനസിക രോഗം പെട്ടുപോകുന്നവരുണ്ട്. ഇവരെല്ലാവരും വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവരെ ഒരു ഡോക്ടറും തിരിച്ചറിയാൻ പറ്റില്ല. ഇവരെല്ലാവരെയും വെച്ച് ഇവരെല്ലാവരെയും പുറകെ നടക്കാൻ അത്രയൊന്നും പോലീസും ഇല്ല. പക്ഷേ ഇതുപോലത്തെ ഒരു അലാം സിസ്റ്റം അല്ലെങ്കിൽ മെറ്റൽ ഡിറ്റക്ടർ, അങ്ങനെ നമുക്ക് നമ്മുടെ സകല പേന വരെ ഊരി വെച്ചിട്ടില്ലേ പ്ലെയിനകത്ത് കയറാൻ പറ്റുള്ളൂ പരിശോധിക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ സംവിധാനങ്ങളുമാണ്. പിന്നെ ഈ രോഗിയുടെ അവകാശം ഡോക്ടറുടെ അവകാശം എന്ന് വ്യത്യസ്തമായി കാണാൻ എനിക്ക് കഴിയുന്നേയില്ല. ഞാൻ രോഗം അനുഭവിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ കുടുംബങ്ങളിൽ രോഗം അനുഭവിച്ചിട്ടുണ്ട്, മരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടർ തന്നെയാണ് രോഗികളുടെ സമൂഹത്തിൽ നിന്നാണ് ഡോക്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങ് ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. സർക്കാരിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ ചെയ്യണം. ഒരു ഡോക്ടറും ആക്രമിക്കപ്പെടാൻ എനിക്ക് ഇതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാറും ശ്രീ KG മോഹൻദാസും ഒക്കെ പറഞ്ഞു, ഡോക്ടർമാരെ ദൈവത്തെ പോലെ കാണണം. ഒരു സംശയവുമില്ല. കാരണം നമ്മുടെ രോഗം മാറ്റുന്ന, നമ്മുടെ ജീവൻ അപായപ്പെടുമ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്തുന്നവരെന്ന നിലയിൽ അങ്ങനെ തന്നെ കാണണം. ആൻഡ് ദേ ആർ വെരി റെസ്പെക്റ്റബിൾ പേഴ്സൺസ്, അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. പക്ഷെ പ്രോബ്ലം ഡോക്ടർ ലാൽ ഇവിടെ അനുഭവങ്ങളാണ്. എന്തിനാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതായത് അനുഭവങ്ങളാണല്ലോ കാര്യങ്ങളെ തീർച്ചപ്പെടുത്തുന്നത്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ പരിമിതമായ സൗകര്യങ്ങളായിരിക്കാം, വേണ്ടത്ര ഡോക്ടർമാരുണ്ടാകില്ലായിരിക്കാം, 24 മണിക്കൂറും ഡോക്ടർ പ്രവർത്തന സജ്ജമായി അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരൊറ്റ രോഗിക്ക് മതി ഡോക്ടർ ലാൽ മോശം അനുഭവം ഉണ്ടായാൽ അയാളത് പറയും. ഒരൊറ്റ കുടുംബത്തിന് ഉണ്ടായാൽ മതി ഒരു മോശം അനുഭവം. അവരുടെ അനുഭവമാണ് അവരുടെ കാഴ്ചപ്പാടുകളെ രൂപീകരിക്കുന്നത്. അത് മാധ്യമങ്ങളിൽ വരും, അത് ചർച്ചയാകും. അവിടെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യേണ്ടതിന് താങ്കൾ പറഞ്ഞതുപോലെ രോഗി ഡോക്ടർ എന്നെന്തിനാണ് വ്യവച്ഛേദിച്ച് കാണുന്നത് എന്നതുപോലെ തന്നെ ഒരു പ്രശ്നമാണിത്. സമൂഹത്തിൽ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഉണ്ടാകാതെ പോകുമ്പോൾ അതിൻ്റെ കാര്യകാരണങ്ങൾ അന്വേഷിക്കുകയായിരിക്കില്ല ആ ഘട്ടത്തിൽ ഒരു രോഗിയോ അയാളുടെ ഒപ്പം വരുന്ന ആളുകളോ ചെയ്യുക. അവർക്കുണ്ടായ അനുഭവത്തിൻ്റെ പുറത്ത് അവർ കാര്യങ്ങൾ പറയുകയായിരിക്കും. ശരിയല്ലേ ഡോക്ടർ ലാൽ? താങ്കൾ പറഞ്ഞല്ലോ രോഗിയായിട്ടുള്ള അനുഭവം താങ്കൾക്കുണ്ടെന്ന്. അല്ല, എനിക്കത് തീർച്ചയായിട്ടും മനസ്സിലാകും. അത് ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ഡോക്ടർക്ക് ബഹുമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞൊക്കെ മനസ്സിലാക്കുക, അതൊരു പ്രത്യേക തൊഴിൽ ചെയ്യുന്നു. പക്ഷേ ദൈവതുല്യനൊന്നുമല്ല, അങ്ങനെ നമ്മൾ തിരിച്ചരിപ്പിക്കാനും പാടില്ല, അത് അനാവശ്യമാണ്. ഞാൻ ഡോക്ടറാണ്, എനിക്കിഷ്ടമുള്ളൊരു മേഖല ഞാനൊരു തൊഴിൽ സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ സർക്കാർ ഫീസിലാണ് പഠിച്ചത്, അപ്പോൾ ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് പഠിച്ചത്. അപ്പോൾ പരസ്പരം കടപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ ജന്മന ആരും ഡോക്ടറൊന്നും ആയിട്ടില്ല. ഇവിടുത്തെ സമൂഹം ഉണ്ടാക്കുന്ന ഡോക്ടർമാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറെ ദൈവതുല്യമായിട്ടൊന്നും കാണണ്ട, അതൊക്കെ പഴയ ചൊല്ലുകളാണ്. എനിക്കിഷ്ടമുള്ളൊരു തൊഴിൽ ഞാൻ സ്വീകരിച്ചു, ഞാൻ തൊഴിൽ ചെയ്യാൻ ബാധ്യസ്ഥനാണ്, ജനങ്ങളെ സേവിക്കാൻ ബാധ്യസ്ഥനാണ്. തിരിച്ചും അതുപോലെയാണ്. നമ്മൾ ഒരു ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ ചികിത്സ നടത്തുന്ന ഡോക്ടറെ നമ്മളായിട്ട് ആക്രമിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് ഒരു സംഘടനയുടെ ആഹ്വാനം അനുസരിച്ചോ ഒന്നുമല്ല ഇവിടെ ഡോക്ടറുടെ അടുത്ത് ആക്രമണം വരുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടോ അൺപ്രഡിക്റ്റബിളായിട്ടോ ഉണ്ടായിപ്പോകുന്നതാണ്. ചിലയിടത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് ഒഴിവാക്കണം തീർച്ചയായിട്ടും പറയുകയാണ്. പക്ഷേ ജനങ്ങളുടെ ഒരു സംഘടിതമായിട്ട് ഡോക്ടർമാർക്കെതിരെ തിരിയുന്നു അങ്ങനെയൊന്നുമല്ല. പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ കറക്റ്റാകേണ്ടതുണ്ട്. ഇപ്പോൾ ചിലയിടത്തൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായി പോകുന്നത് ഡോക്ടർമാർ അല്ലെങ്കിൽ പുതിയ തലമുറയൊക്കെ കമ്മ്യൂണിക്കേഷനിൽ പൂർണ്ണമായും താങ്കൾക്ക് തുടരാം. ഒരു കാര്യം കൂടെ പറയാനുള്ളൂ. ഒന്ന്, നമുക്ക് ജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥതയുണ്ട്, പ്രത്യേകിച്ച് അസുഖകാര്യത്തിൽ. അപ്പോൾ അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തിയേ പറ്റുള്ളൂ. ഇതില്ലാത്തതുകൊണ്ടാണ് ജനങ്ങൾക്ക് രോഷം വരുന്നത്. ഡോക്ടർമാരെയും മറ്റാശുപത്രി ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഭയമുണ്ട്, ആക്രമിക്കപ്പെടുമെന്നുള്ള ഭയമുണ്ട്. അതിനവർക്ക് സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റുണ്ട്. ഇത് രണ്ടും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഗവൺമെൻറ്
ജനങ്ങൾക്ക് കൃത്യമായ വിവരങ്ങളും കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് മെച്ചമാണെന്ന് പറയാൻ വേണ്ടി ഈ നാട്ടിൽ ഒരു അസുഖം വന്ന് ആരും മരിക്കില്ല എന്ന് പറയരുത്. രോഗങ്ങൾ ദൗർഭാഗ്യകരമാണ്, മരണങ്ങൾ കാരണമായേക്കാം, അതും ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ചികിത്സയ്ക്ക് പരിമിതികളുണ്ട്. ജനങ്ങൾ പറയണം, ഡോക്ടർമാർ പറയണം, ഗവൺമെൻറ് പറയണം, ചികിത്സയ്ക്ക് പരിമിതിയുണ്ട്. എല്ലാ ആരോഗ്യ പ്രശ്നവും ഒരു ഗവൺമെൻറ് വിചാരിക്കുകയും പരിഹരിക്കാൻ പറ്റും. നമ്മുടെ പരമാവധി നോക്കണം. അപ്പോൾ ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കണം, ഡോക്ടർമാർക്ക് സുരക്ഷ കൊടുക്കണം, നമ്മൾ ജനങ്ങൾ കൃത്യമായ വിവരം കൊടുക്കും. ഇതാണ് എനിക്കൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. പ്രിയദർശൻ തമ്പി സാർ, ഈ നിയമ സംവിധാനങ്ങളൊക്കെയുണ്ട്, വ്യവസ്ഥകളുണ്ട്, പക്ഷേ പാലിക്കപ്പെടുന്നില്ല. എന്ത് ചെയ്യും നമ്മൾ? അല്ല, നിയമവ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വലിയ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം അതുതന്നെയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമമുണ്ട്, പക്ഷേ ആ നിയമം പലതും നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ആരോഗ്യരംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കേരളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമൂലമായ മാറ്റങ്ങൾ വരുന്നതിനോടൊപ്പം ഈ ഒരു കാര്യത്തിലും, ഈ നിയമം നടപ്പാക്കുന്ന കാര്യത്തിലും കുറച്ചുകൂടി ജാഗ്രത കാണിക്കണമെന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഡോക്ടർ ടി.എൻ. സുരേഷ്, ഒരു കാര്യം കൂടെ ചേർത്തോട്ടെ. പറയൂ. അതെ, ഇപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ക്രക്സ് ഓഫ് ദി ഇഷ്യൂയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ സുരക്ഷാ സംവിധാനങ്ങളും ഇത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്ന, അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടുന്നതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ മേഖലയിലെ പ്രശ്നം മാൻ പവർ ഷോർട്ടേജ് ആണ്. ഒരു ഡോക്ടർക്ക് ഇത്രയധികം രോഗികളെ പരിശോധിക്കേണ്ടി വരുന്ന സമയത്ത് ആ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ഗ്യാപ്പുകളുണ്ട്. അവർക്ക് അത് പലപ്പോഴും പേഷ്യൻ്റെ ഡിസാറ്റിസ്ഫാക്ഷനിലേക്കും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കും ഒക്കെ നയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു ഡോക്ടർ പരമാവധി എത്ര രോഗികളെ പരിശോധിക്കണം എന്നുള്ള രീതിയിലേക്ക് നിർവചിക്കുവാനുള്ള രീതിയിൽ നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം. അത് സർക്കാരിൻ്റെ കൂടെ ഉത്തരവാദിത്തമാണ്. ഒരു മാൻ പവർ വർദ്ധിപ്പിക്കുക എന്നുള്ളതും അത് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുകൂടി വരുത്തേണ്ടത് ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആണെന്ന് തെളിയിക്കുന്ന കാര്യം നിർഭാഗ്യവശാൽ ഈ സംഭവത്തിലൂടെ വീണ്ടും പുറത്തു വരികയാണ്. ശ്രീ കെ ജി മോഹൻദാസ്, ഇത്തരം സംഭവങ്ങൾ വീണ്ടും ആവർത്തിച്ച സാഹചര്യത്തിൽ എങ്ങനെയാണ്, ഇനി എന്താണ് ഇതിൽ ചെയ്യേണ്ടത് താങ്കളുടെ അഭിപ്രായത്തിൽ? അതായത് ഇപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ 30% മാത്രമാണ് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ആദ്യമായിട്ട് ഈ 30% ഗവൺമെൻറ് ആശുപത്രികളിൽ തന്നെ ഒരു സംരക്ഷാ സംവിധാനം ആദ്യമായി ഒരുക്കി മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ അതിനെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. എല്ലാ ഹോസ്പിറ്റലുകൾക്കും ഗവൺമെൻറ് ചെലവിലോ അവരുടെ ഉത്തരവാദിത്തത്തിലോ സെൽഫായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യപടി എന്നോണം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലൊക്കെ ഈ സംരക്ഷണ സംവിധാനം ശക്തമാക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു മാതൃകയായിട്ട് തന്നെ മറ്റുള്ള പ്രൈവറ്റ് ഏജൻസികളും ഫോളോ ചെയ്യണം എന്നുള്ള ഒരു അഡ്വൈസ് അങ്ങനെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും അവരത് ഫോളോ ചെയ്യും. ശരി. ഏതായാലും ആക്രമണത്തിനിരയായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഡോക്ടർ വിപിൻ ആരോഗ്യവാനായി എത്രയും വേഗം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്ക് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളും നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ജാഗ്രതയുണ്ടാകണം. അതല്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുക തന്നെ ചെയ്യും. അതിന് തടയിടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യരക്ഷകർക്ക് വേണ്ട പിന്തുണ പൊതുസമൂഹം നൽകേണ്ടതുമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.